2022 മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ സർക്കാർ ഉത്തരവ് പുതുവൽ നിവാസികൾക്ക് കൈമാറുകയാണ്. ഇതുവരെ ഗ്രാമപഞ്ചായത്ത് വരുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ നെടുമ്പുറം പഞ്ചായത്തും, എന്നാൽ റവന്യൂ ഭൂമി വരുമ്പോൾ ആലപ്പുഴക്കാരും ഇല്ലേ, തലവടിക്കാരും. തലവടി വില്ലേജിലാണ് ഇപ്പോൾ ഞങ്ങൾ. റവന്യൂ ഞങ്ങൾക്ക് തലവടിയും പഞ്ചായത്തും നെടുമ്പുറം പഞ്ചായത്തുമാണ് നമുക്ക് വരുന്നത്. ജില്ലകളായി കഴിയും. താമസിക്കുന്ന ആലപ്പുഴ ജില്ലയുടെ ഒരു കോർണറിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പൂർണ്ണമായിട്ട് ആലപ്പുഴ ജില്ലയിൽ മാറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും പഞ്ചായത്ത് കയറി ഇറങ്ങുമ്പോൾ ഒരു റവന്യൂവിന് ഞങ്ങൾ തലവടി വില്ലേജ് ആശ്രയിക്കേണ്ടി വരും, പഞ്ചായത്തിൽ നെടുമ്പുറം പഞ്ചായത്തിൽ പോകേണ്ടി വരും. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പല സർക്കാർ ഓഫീസ് കയറുമ്പം ഒന്നെങ്കിൽ പത്തനംതിട്ട പോകാൻ പറയും, അല്ലെങ്കിൽ ആലപ്പുഴ പറയില്ല. ജലത്തിൻ്റെ, അതായത് കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എടത്വായിന്നാണ് നമുക്ക് സപ്ലൈ തരുന്നത്. നമ്മൾ അതിൻ്റെ ആവശ്യത്തിന് ചെല്ലുമ്പോൾ പറയും നിങ്ങൾ തിരുവല്ലയിൽ പോകാൻ പറയും, തിരുവല്ല വരുമ്പം പറയും നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ അങ്ങോട്ട് ഓടാൻ പറയും. നിസ്സാര കാര്യത്തിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചരിത്രം ചേട്ടൻ അറിയാൻ തോന്നുന്നു അല്ലേ, ഒന്ന് പറയാമോ? അതായത് 1995 റീസർവേ കഴിയുന്നതിന് ശേഷമാണ് ഇത് ആലപ്പുഴ ജില്ലയിലേക്ക് ഞങ്ങൾ 24 വീട്ടുകാർ വന്നത്. എന്നാൽ ഈ ആലപ്പുഴ ജില്ലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും പഞ്ചായത്ത് ഇതുവരെ ഇങ്ങോട്ട് മാറിയിട്ടില്ല. അങ്ങനെയാണ് സംഭവം. ഇനിയിപ്പോൾ നാളെ മുതൽ ആലപ്പുഴ തലവടി പഞ്ചായത്താവുക. വളരെ സന്തോഷം. അതിനകത്ത് ഏറ്റവും ഈ പ്രസിഡന്റിനെ മിസ്സാവും. പ്രശ്ന സ്നേഹവും ബന്ധങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്നും വിടത്തില്ല. പക്ഷേ ഇതിനകത്ത് ആഹോരാത്രം പ്രയത്നിച്ചത് അഡ്വക്കേറ്റ് സനൽ സാറാണ്. അദ്ദേഹത്തിന് 100,000 എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ജില്ലാ സെക്രട്ടറി മെമ്പർ സാൽകുമാർ അദ്ദേഹം ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അവിടെ വന്നപ്പോൾ ഒരു 2 വർഷത്തിന് മുമ്പേ അല്ലേ ജോയി, 2 വർഷത്തിന് മുമ്പേ ഒരു വർഷത്തിന് മുമ്പേ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഇലക്ഷന് വേണ്ടി അവിടെ വന്നപ്പോൾ സനിൽ സാർ പറഞ്ഞു, ഇത് ഞാൻ അത് മുൻകൈ എടുത്തുകൊണ്ട് നിങ്ങളെ താമസിക്കാതെ തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു. എന്നാൽ സാറിൻ്റെ വാക്ക് അത് പാലിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ വാക്ക് പ്രസിഡന്റ് ഉണ്ട്, ഇവരൊക്കെ വിട്ട് വേറെ ജില്ല പോവും, വേറെ പഞ്ചായത്താവും, വിഷമം ഉണ്ടാക്കാൻ ഇല്ല. ആ വിഷമമൊന്നുമില്ല, അവരെന്നും ഞങ്ങളോട് കൂടെയുണ്ട്. അത് കാര്യം ഇത്രയും നാൾ അവർ കാണിച്ച നെടുമ്പുറം പഞ്ചായത്തിലെ മെമ്പേഴ്സും അവർ കാണിച്ച സ്നേഹമൊന്നും മറക്കാൻ പറ്റാത്തതാണ്. അവർ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പുറത്ത് പോയെന്ന് പറഞ്ഞാലും ഒന്നുമില്ല, ഒരു വീട് അങ്ങോട്ട് മാറി താമസിക്കുന്നത് പോലെയേ ഉള്ളൂ ഇപ്പോഴങ്ങനെ. പ്രസിഡന്റ് ചേർന്നുണ്ട് നെടുമ്പുറം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. നമ്മുടെ ആളുകൾ ആലപ്പുഴയുടെ തലവടി പഞ്ചായത്തിൻ്റെ ഭാഗമാണ്, ഇവരോടൊപ്പം ഉണ്ടാവുമെന്ന് ഇവർ പറയുന്നത്. ഇവരെ ആലപ്പുഴ ജില്ലയ്ക്ക് ആയതിൽ ഇവർ ഞങ്ങളെ അങ്ങോട്ട് വിരിഞ്ഞ് വേറൊരു ജില്ലയിലേക്ക് പോകുന്നതിൽ വിഷമമുണ്ടെങ്കിലും ഒരു സന്തോഷമുണ്ട്. കാരണം അവർ റവന്യൂ രേഖകളിലെല്ലാം നമ്മൾ അറിയാം ആലപ്പുഴ ജില്ലയാണ്, പഞ്ചായത്തിൽ കരമടയ്ക്കാനൊക്കെ വരുന്നുള്ളൂ. അത് വരണമെങ്കിൽ തന്നെ അവർക്കത് വളരെ ബുദ്ധിമുട്ടാണ്. മണിമലയാറിൻ്റെ തീരത്തൊക്കെയാണ് അറിയാം, അവർക്ക് ഈ പല ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പഞ്ചായത്തിന് പറ്റുന്നില്ല. അതെന്നും വലിയൊരു വിഷമമായിരുന്നു. അപ്പോൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എല്ലാം തന്നെ പല രേഖകൾക്കും ചെല്ലുമ്പോൾ അവിടെ ഇവിടെ ചെല്ലെന്നൊക്കെ പറയുന്ന ഒരവസ്ഥ മാറി അവർക്ക് സ്വതന്ത്രമായ ഒരു സംവിധാനം ഉണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇവർ കുടിവെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞത് സത്യമാണ്. അന്ന് എന്നെയും വിളിച്ചു, ഞാൻ അവിടെ ഇവിടെയൊക്കെ വിളിച്ചാണ് ഞാനത് ശരിയാക്കിച്ച് കൊടുത്തു. ഇവരെന്നെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു അവിടുന്ന് വിളിച്ച്. തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ എല്ലാ വീട്ടുകാരും ചെയ്തിരുന്നു. അങ്ങനെ ഇടപെടാവുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഭരണസമിതി ഇടപെടുന്നുണ്ട്. അവർ തിരിച്ചതിൻ്റെ നന്ദി എന്നോട് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇങ്ങനെയൊരു ഇതുണ്ടായതിൽ നമുക്ക് അത്യധികം സന്തോഷമുണ്ട്. ഈ ഒരു ഭരണസമിതിയും എല്ലാവരും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ നേരത്തെ തന്നെ പ്രയത്നിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ഒരു പ്രഖ്യാപനം നടത്തി ഇങ്ങനെ ഇവരെ ആലപ്പുഴ ജില്ലയിലേക്കാക്കിയതിന് നമ്മുടെ MLA-യോടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിനോടും മറ്റ് പൊതുപ്രവർത്തകരോടും എല്ലാവരോടുമുള്ള ഒരു നന്ദി, അഗൈതവമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. 24 കുടുംബങ്ങളുടെ പതിറ്റാണ്ടുകൾ നീണ്ടുന്ന പ്രശ്നത്തിനാണ് മന്ത്രി MP രാജേഷ് പരിഹാരം കണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ക്യാമറമാൻ ജിബിൻ്റെ ഒപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.